ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എക്സസൈസ് 16.3 ആണ് +1 മാത്തമാറ്റിക്സിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ എക്സസൈസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് 6ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 7 മുതൽ ഇതിനകത്ത് 21 ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട് ഈ ഒരു എക്സസൈസിൽ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻസൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. എക്സാമ്പിൾ പ്രോബ്ലംസ് ചെയ്യണം. അത് ചെയ്ത് പഠിച്ചിട്ട് എക്സസൈസുകൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരേപോലത്തെ എക്സസൈസുകൾ സ്കിപ്പ് ചെയ്താലും വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ഐ കോയിൻ ഈസ് ടോസ്ഡ് 4 times and a person win ₹1 for each head and lose 1.50 for each tail that turns up. ഇവിടെ എന്താണ്, ഒരു സാധാ ഒരു കോയിൻ നമ്മൾ ടോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഫെയർ കോയിൻ എന്ന് പറയുമ്പോൾ സാധാ കോയിൻ എന്നാണ്. അപ്പോൾ അതേപോലെ ബയാസ്ഡ് കോയിൻ, അൺബയാസ്ഡ് കോയിൻ. അപ്പോൾ ഒരു കോയിൻ തന്നെ ഹെഡ് ഓ ടൈലല്ല അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം എന്നുള്ള തരത്തിലുള്ള കോയിൻസൊക്കെ ഉണ്ടാവും. കോയിൻ ടോസ് ചെയ്യുമ്പോഴുള്ള പ്രോബബിലിറ്റി ഒന്നെങ്കിൽ ഹെഡ് ആവാം അല്ലെങ്കിൽ ടൈൽ ആവാം. അങ്ങനെ ഒരു കേസസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ റിസൾട്ട്സ് ആണ്, ഔട്ട്കംസ് ആണ് അതിനുണ്ടാവുക ഒരു കോയിൻ എന്ന് പറയുമ്പോൾ. ഇനി അതല്ല, ഇനി ആ കോയിനിൽ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട്സ് വേറെ ആയിരിക്കും. അതേപോലെ തന്നെ ഡൈൻ്റെ കേസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 1 മുതൽ 6 വരെയാണ് അതിൻ്റെ ഒരു ഔട്ട്കംസ്. നമ്പർ ഓഫ് ഔട്ട്കംസ് 6 ആണ്. അതിന് സാധാ ഒരു ഡൈ ആണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്നത് 1 മുതൽ 6 വരെയുള്ള ഡോട്ട്സ് ആണ്. നമ്മളതിനെ 1 to 6 നമ്പേഴ്സായിട്ട് എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആ ഒരു 2 നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ വരുന്നത് ക്ലാസ്സിലുള്ള പിള്ളേരുടെ കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എക്സാമ്പിൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫെയർ കോയിൻ ടോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഹെഡ് വന്നു കഴിഞ്ഞാൽ ₹1 വിൻ ചെയ്യും, മീൻസ് ₹1 വിൻ ചെയ്യാം. അതുപോലെ തന്നെ ടൈൽ ആവുകയാണെന്നുണ്ടെങ്കിൽ 1.5 നമുക്ക് ലോസ് ആവും. ഇതാണ് കേസ്, ഇവിടുത്തെ വരുന്നത് എക്സ്പെരിമെൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫ്രം ദി സാമ്പിൾ സ്പേസ് കാൽക്കുലേറ്റ് ഹൗ മെനി ഡിഫറെൻറ്റ് അമൗണ്ട്സ് ഓഫ് മണി യു ക്യാൻ ഹാവ് ആഫ്റ്റർ 4 ടോസസ് ആൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഹാവിങ് ഈച്ച് ഓഫ് ദീസ് അമൗണ്ട്സ്. അപ്പോൾ 4 ടോസിന് ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ തരം അമൗണ്ട്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റീസ് ഉണ്ടെന്ന്, അതായത് ഏതൊക്കെ തരത്തിൽ അമൗണ്ട്സ് വിൻ ചെയ്യാം അല്ലെങ്കിൽ ലോസ് ആവാം. അതുപോലെ തന്നെ അതിൻ്റെ പ്രോബബിലിറ്റി. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്തു. ഒരു കോയിൻ ഒരു തവണ ടോസ് ചെയ്താൽ ഒന്നെങ്കിൽ ₹1 എനിക്ക് ലാഭം കിട്ടും, അതല്ലാന്നുണ്ടെങ്കിൽ ₹1.5 നഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം ടോസ് ചെയ്തു ₹1 വിൻ ചെയ്തെങ്കിൽ രണ്ടാമത്തെ തവണ ഞാൻ കോയിൻ ടോസ് ചെയ്താൽ എഗെയിൻ ദർ ഇസ് എ ചാൻസ് ₹1 വിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ₹1.5 ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ₹1 വിൻ ചെയ്യണമെങ്കിൽ എൻ്റെ കയ്യിൽ ₹2 ഉണ്ടാവും. അതല്ല ₹1.5 ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 50 പൈസ ലോസാണ് വരുന്നത്. അപ്പോൾ അതുപോലെ 4 തവണ ടോസ് ചെയ്യുമ്പോഴുള്ള എമൗണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമൗണ്ട്സ് ആണ് വരിക. അപ്പോൾ അതിൻ്റെ ഓരോ തരം എമൗണ്ട്സും ഒക്കെ അറിയാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളവിടെ അവസാനിപ്പിച്ചത്. ഇതപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ സ്പേസ് വരുന്നത് നമ്മൾ HT എടുക്കുക, അതിനെ 4 തവണ ക്രോസ് പ്രോഡക്റ്റ് കണ്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു തവണ HT എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3 തവണ ക്രോസ് പ്രോഡക്റ്റ് കണ്ടതും അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് 3 കോയിൻ ടോസ് ചെയ്യുന്ന ഒരു സാമ്പിൾ സ്പേസ് ആണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ 1 കോയിൻ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്. ദെൻ ഈ 4 കോയിൻ എന്ന് പറയുമ്പോൾ 3 കോയിൻ ടോസ് ചെയ്തതിൻ്റെ സാമ്പിൾ സ്പേസിൻ്റെ കൂടെ ഒരു തവണ കോയിൻ ടോസ് ചെയ്യുന്നത് ക്രോസ് പ്രോഡക്റ്റ് കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ സാമ്പിൾ സ്പേസ് വരുന്നത് 4H വരും, HTTH വരും, HTHH വരും, HTHT വരും, 3 തവണ ടെയിൽ വരും, HH ടെയിൽ വരും, HHH ടെയിൽ വരും, HH ടെയിൽ ഹെഡ് വരും. ദെൻ ടെയിൽ 3 ഹെഡ് വരും, 3 ടെയിൽ 1 ഹെഡ് വരും, 2 ടെയിൽ 2 ഹെഡ്, 2 ടെയിൽ ഹെഡ് ടെയിൽ വരും, 4 തവണ ടെയിൽ വരും. അപ്പോൾ ഇതാണ് ടെയിൽ ഹെഡ് 2 ടെയിൽ വരും, ടെയിൽ 2 ഹെഡ് ടെയിൽ വരും, ദെൻ ടെയിൽ ഹെഡ് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 16 സാമ്പിൾ പോയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 ഹെഡ് വന്നു കഴിഞ്ഞാൽ ₹4 കിട്ടും. ഇനി 2 ഹെഡും 2 ടെയിലും, അപ്പോൾ 2 ഹെഡ് വരുമ്പോൾ ₹2 കിട്ടും, 2 ടെയിൽ വരുമ്പോൾ ₹3 നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ എമൗണ്ട് വരുന്നത് -1 ആണ്, അതായത് ₹1 നഷ്ടപ്പെടും. ഇനി അതേപോലെ തന്നെ
ഇവിടെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ഹെഡും 1 ടെയിലുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 3 രൂപ കിട്ടും, 1.5 രൂപ നഷ്ടപ്പെടും. അപ്പോൾ 1.5 രൂപയാണ് ഉണ്ടാവുന്ന എമൗണ്ട്. അതുപോലെ അഗെയിൻ ഇവിടെ എന്താണ് 2 ഹെഡും 2 ടെയിലും. അപ്പോൾ അത് നേരത്തെ പോലെ തന്നെ -1 ആണ് വരുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ എന്താണ് എല്ലാത്തിൻ്റെയും അങ്ങോട്ട് എഴുതുക. എന്നിട്ട് അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 4 രൂപ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒറ്റ സാമ്പിൾ പോയിന്റിനെ 4 രൂപ കിട്ടൂ. 4 തവണ ഹെഡ് വരുമ്പോഴാണ് ഈ 4 രൂപ കിട്ടുന്നത്. അപ്പോൾ 4 രൂപ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1 ആണ് ഔട്ട് ഓഫ് 16. അതേപോലെ തന്നെ -1, അതായത് 1 രൂപ നഷ്ടപ്പെടാനുള്ള പ്രോബബിലിറ്റി 6 ആണ്. അതായത് 6 ടൈംസ് -1 വരുന്നുണ്ട്. ദെൻ 1.5, അതായത് 1.5 രൂപ 1.5 രൂപ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 4 ആണ്. മീൻസ് ആ നമ്പർ ഓഫ് സാമ്പിൾ പോയിന്റ്സ് ആണ് ഈ പറയുന്നത്. പ്രോബബിലിറ്റി കാണണമെങ്കിൽ ഔട്ട് ഓഫ് 16 ചെയ്യണം. ദെൻ -3.5 ആണെങ്കിൽ 4, അതുപോലെ -6 ആണെന്നുണ്ടെങ്കിൽ 1. അപ്പോൾ 4 രൂപ എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് 1/16 ആണ് വരുന്നത്. -1 ആണെങ്കിൽ 6/16 ആണ് വരുന്നത്. 1.5 ആണെങ്കിൽ 4/16 ആണ് വരുന്നത്. -3.5 ആണെങ്കിൽ 4/16 ആണ് വരുന്നത്. -6 ആണെങ്കിൽ 1/16 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് എന്ത് അതിൻ്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓരോ എമൗണ്ടിനനുസരിച്ച് ആ ഒരു എമൗണ്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, three coins are tossed once. Find the probability of getting 3 heads, 2 heads, at least 2 heads, almost 2 heads, no head, 3 tail, exactly 2 tail, പിന്നെ no tail, almost 2 tails. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇവിടുത്തെ ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താണ്, ഇത് വേണമെങ്കിൽ നമുക്ക് കാണാതെ പഠിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് കണ്ടാൽ മതി. ഞാനിപ്പോൾ അത് കാണാതെ എഴുതുന്നു, അല്ലെങ്കിൽ ഇത് ഓൾറെഡി പഠിച്ചിട്ട് കാണാതെ പഠിച്ച് എഴുതുന്നതാണ്. അതല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് കണ്ടാൽ മതി. 3 തവണ എന്താണ് HT എന്ന് പറയുന്ന സെറ്റായിട്ട് എടുത്ത് ക്രോസ് പ്രോഡക്റ്റ് കാണും. 2 തവണ ക്രോസ് പ്രോഡക്റ്റ് കാണും. അപ്പോൾ നമുക്ക് 3 കോയിൻ ടോസ് ചെയ്തതിൻ്റെ പ്രോബബിലിറ്റി കിട്ടും. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ള എന്താണ് 3 ഹെഡ്സ് വരുന്നത് നമ്പർ ഓഫ് ഔട്ട്കം, അല്ലെങ്കിൽ ഞാൻ അതിനൊരു ഇവൻറ്റ് E1 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ N of E1 ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ് എന്താണ് 3 ഹെഡ്സ് വരുന്ന 3 ഹെഡ് വരുന്ന ഔട്ട്കം എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? ഒറ്റ ഔട്ട്കമേ ഉള്ളൂ. 1 ഡിവൈഡഡ് ബൈ എത്ര എണ്ണമാണ്? ടോട്ടൽ ഔട്ട്കം N ഓഫ് S ഈസ് ഈക്വൽ ടു സാമ്പിൾ സ്പേസിൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലെങ്കിൽ റിസൾട്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പിൾ പോയിന്റ്സ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? 8 ഔട്ട്കംസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതെന്താണ് 8 എന്ന് എഴുതുകയാണ്. അപ്പോൾ 1/8, അതായത് പ്രോബബിലിറ്റി ഓഫ് എന്താണ് E1 എന്ന് പറയുന്നത് എന്താണ്? P of E1 ഈക്വൽ ടു N of E1 ബൈ N of S എന്ന് എഴുതാം. 1/8 ആണ് പ്രോബബിലിറ്റി. ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 ഹെഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 ഹെഡ് ഉള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 2 ഹെഡ് ഉണ്ട്, ഇതിൽ 2 ഹെഡ് ഉണ്ട്, ഇതിൽ 2 ഹെഡ് ഉണ്ട്, ഇതിൽ 2 ഹെഡ് ഉണ്ട്, ഇതിൽ 2 ഹെഡ് ഉണ്ട്. അപ്പോൾ എന്താ വരുന്നത്? 4 ഇതെന്താണ്? ഇത് THT ആണ്. അപ്പോൾ എന്താണ് ഇവിടെ HHT ഉണ്ട്, THH ഉണ്ട്, HTH. അപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇത് എടുത്തെഴുതുക. അപ്പോൾ ഞാൻ ഇതിനെ E2 ഇവൻറ്റ് 2 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതണം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ഇതുപോലെ മിസ്റ്റേക്ക് പറ്റിപ്പോയി ഇതിനകത്തായാണ്. അപ്പോൾ നമ്മൾ പെനോണ്ടൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വായിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ 3 സാമ്പിൾ പോയിൻറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ ഒക്കർ ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് N of E2, അതായത് P of E2 ഈസ് ഈക്വൽ ടു N of E2 ഡിവൈഡഡ് ബൈ N of E2 ഡിവൈഡഡ് ബൈ N of S എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 8. ഇത്രയാണ് എന്ത് 2 ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, അല്ല 2 ഹെഡ് ഉള്ള സാമ്പിൾ പോയിൻറ്റ്സിനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് എന്താണ്? അറ്റ് ലീസ്റ്റ് 2 ഹെഡ്, എന്താണ് 2 ഹെഡെങ്കിലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
മനസ്സിലാവുന്നുണ്ട്. അപ്പം 3 ഹെഡ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു എന്താണ് മീൻസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടി നമ്മളെന്താണ് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. കാരണം എന്താണ് ഇത് നമുക്ക് പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും എന്താണ് മീൻസ് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇനി എന്താണ് അറ്റ്ലീസ്റ്റ് 2 ഹെഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിനകത്തൊക്കെ എന്തായാലും 2 ഹെഡേ ഉള്ളൂ, 3 ഹെഡുള്ള ഒരാളും കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. സോ നമുക്ക് എന്താണ് അപ്പോൾ അതിനെ എടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് നേരത്തെ എഴുതിയ ഒരു സെറ്റിൻ്റെ കൂടെ ഇതും കൂടി എഴുതാം. അപ്പോൾ എത്ര എണ്ണം 4. അപ്പോൾ പി ഓഫ് E3 ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് E3 ഈക്വൽ ടു N ഓഫ് E3 ഡിവൈഡഡ് ബൈ N ഓഫ് S ഈസ് ഈക്വൽ ടു 4/8. അപ്പോൾ എന്താണ് 1/2 ആണ് എന്ത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഓൾമോസ്റ്റ് 2 ഹെഡ്. ഓൾമോസ്റ്റ് 2 ഹെഡ് എന്ന് പറയുമ്പോൾ കൂടിയത് 2 ഹെഡ്. അപ്പോൾ എന്താണ് 3 ഹെഡ് ആവാൻ പാടില്ല, പക്ഷേ എന്താണ് ഹെഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, 1 ഹെഡ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് ഈ 3 ഹെഡ് ഉള്ളത് ഒഴിവാക്കിയാൽ മതി. ബാക്കിയെല്ലാം എന്താണ് ഹെഡ് ഉള്ളതോ ഹെഡ് ഇല്ലാത്തതോ 2 ഹെഡിൽ താഴെ ഉള്ളതോ ആണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് 7/, അതായത് ഒരെണ്ണം ഒഴിവാക്കിയ പോരെ 7/8 ആണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോ ഹെഡ് ഉള്ള ആളാരാണ്? ടെയിൽ മീൻസ് 3 ടൈലൊക്കെ എറിയുന്നിട്ടുള്ള ഈ ഒരു പോയിൻ്റാണ്. സോ എന്താണ് 1/7 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി നിങ്ങൾ എന്താ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും പി ഓഫ് എന്താ പറയുക നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇവൻറ്റിൻ്റെ പേര് എഴുതുക ആൻഡ് നമ്പർ ഓഫ് ദാറ്റ് ഇവൻറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് അങ്ങനെ ചെയ്തിട്ട് എഴുതണം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 ടൈലാണ്. അപ്പോൾ 3 ടൈൽ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ആകെ ഒരൊറ്റ സാമ്പിൾ പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയും പ്രോബബിലിറ്റി 1/8 എന്നാണ് വരുന്നത്. അടുത്തത് എക്സാക്ട്ലി 2 ടൈൽ. എന്താ പറയുന്നത് 2 ടൈൽ മാത്രം ഉള്ളത്. അപ്പോൾ അത് എഗൈൻ എന്താ പ്രോബബിലിറ്റി വരുന്നത് 3/8 തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതാണ് എന്താണ് 2 ഹെഡ് ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് 2 ടൈൽ ഉള്ളത്. ഇനി നോട്ട് ടൈൽ എന്ന് പറയുമ്പോൾ ടൈലില്ലാത്ത ആൾ മാത്രമാണ്? ആ 3 ഹെഡൊക്കെ അറിയുന്ന ആ ഒരു സാമ്പിൾ പോയിൻ്റ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്താണ് 1/8 ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു പ്രോബബിലിറ്റി നോ ഹെഡ് ടൈൽ എന്ന് പറയുന്നതിൻ്റെ പ്രോബബിലിറ്റി ഹെഡ് മാത്രമുള്ള ആ ഒരു പോയിൻ്റാണ്. അടുത്തത് അറ്റ്മോസ്റ്റ് 2 ടൈൽ എന്താ പറയുന്നത് അഗെയിൻ എന്താ പറയുന്നത് അറ്റ്മോസ്റ്റ് 2 ഹെഡ് പോലെ അറ്റ്മോസ്റ്റ് 2 ടൈലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 7/8 എന്നാണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് 2/11 ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് നോട്ട് എ. എന്താ പറയുന്നത് 2/11 ആണ് എന്ത് ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് നോട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എയുടെ പ്രോബബിലിറ്റി 2/11 ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 9/11 എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഗിവൺ നമുക്ക് എങ്ങനെ എഴുതാം പി ഓഫ് എയുടെ പ്രോബബിലിറ്റി ആണ് ഈ 2/11 തന്നിട്ടുള്ളതെന്ന് നമുക്ക് എടുക്കാം. കാരണം ഇവർ പറഞ്ഞിട്ടൊന്നുമില്ല എയുടെ പ്രോബബിലിറ്റി ആണ് 2/11 എന്ന്. പക്ഷേ നമുക്ക് ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എന്നാണ്. സോ നമ്മളങ്ങനെ എടുക്കുകയാണ്. എയുടെ പ്രോബബിലിറ്റി ഇതാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം പി ഓഫ് മീൻസ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പി ഓഫ് എ കോംപ്ലിമെൻ്റ് ആണ്. ഇസ് ഈക്വൽ ടു നമുക്ക് 1 - പി ഓഫ് എ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം 1 - 2/11 ഇസ് ഈക്വൽ ടു 9/11 എന്ന് എഴുതാം. ഇതാണ് എന്ത് ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ. എ ലെറ്റർ ഈസ് ചൂസൺ അറ്റ് റാൻഡം ഫ്രം ദ വേർഡ് അസാസിനേഷൻ. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ലെറ്റർ ഈസ് എ വൊവൽ ആൻഡ് എ കോൺസോണൻറ്റ്. അപ്പോൾ എന്താ പറയുന്നത് ഈ അസാസിനേഷൻ എന്നുള്ള വേർഡിൽ നിന്ന് നമ്മളെന്താണ് ഒരു ലെറ്റർ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു വൊവ്വലാവാനും അതുപോലെ തന്നെ അതൊരു കോൺസണൻ്റ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അസാസിനേഷൻ അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. കാരണം എന്താണ് ഇപ്പോൾ ഇതിനകത്തുള്ള മൊത്തം ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ സെറ്റിലെ എലമെൻറ്റ്സ് ആയിട്ട് എഴുതാൻ പറ്റില്ല. കാരണം ഇപ്പോൾ സെറ്റിലെ എലമെൻറ്റ്സ് ആയിട്ട് എഴുതുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൽ എന്താണ് നമുക്ക് ഒരൊറ്റ ലെറ്റർ ഒറ്റ സമണം, അതായത് എലമെൻറ്റ്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവാൻ പാടില്ല സെറ്റിനകത്ത്. അപ്പോൾ ഇതിനെ നമുക്ക് സെറ്റായിട്ട് എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് വൊവൽസ് ചോദിച്ചു മീൻസ് വൊവലാവാനുള്ള എന്താണ്
വവൽ ലെറ്ററോ അല്ലെങ്കിൽ കോൺസോണൻ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. എഗെയിൻ നമുക്ക് ഇതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നത് എത്ര തവണ 1 2 3 തവണ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഐ എന്ന് പറയുന്നത് 2 തവണ വരുന്നുണ്ട്. ദെൻ ഒ എന്ന് പറയുന്നത് 1 തവണ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിനെങ്ങനെ സെറ്റായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് ശരിക്കും എന്താണ് ഈ ഒരു ഐയും 2 എയും നമ്മൾ ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും, നമ്മൾ സെറ്റിൽ എഴുതുന്ന പോലെ ഔട്ട്കം എഴുതി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് തെറ്റാൻ ഉള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ് 1 2 3 13 തോന്നുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 7 എണ്ണം, ഇത് 6 എണ്ണം, ടോട്ടൽ എത്ര എണ്ണമാണ് 13 എണ്ണം ഉണ്ട് മൊത്തം. അപ്പോൾ വവലാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് 6/13 കോൺസണൻ്റ് ആവാനുള്ള പ്രോബബിലിറ്റി 7/13 വരുന്നത്. അപ്പോൾ നമുക്കെന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് in a lottery, a person chooses 6 different natural numbers at random from 1 to 20, and if these 6 numbers match with the 6 numbers already fixed by the lottery committee, he wins the prize. What is the probability of winning the prize in the game? ഇതെന്താണ് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ പറയുന്ന ഒരാൾ എന്താണ് 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് ഡിഫറെൻറ്റ് നാച്ചുറൽ നമ്പേഴ്സ് റാൻഡംലി ചൂസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ളത് ഈ ലോട്ടറി കമ്മിറ്റി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്പർ തന്നെയാണ് അയാൾ ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, അയാൾക്ക് പ്രൈസ് വിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 മുതൽ 20 വരെ എന്താണ് എൻ, അതായത് എൻ ഈക്വൽ ടു നമുക്ക് 20 എന്ന് വിളിക്കാം. അതായത് എൻ നമ്പർ ഓഫ്, അതായത് 20 നമ്പർ ഓഫ് നമ്പേഴ്സ് വരുന്നുണ്ട് നമുക്ക്. പിന്നെ അതിന്ന് നമുക്ക് കോമ്പിനേഷൻ വേണ്ടത് എങ്ങനെയാണ് 1 to 6 ആണ്. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് 2 to 7 എടുക്കാം, 3 to 8 എന്ന് എടുക്കാം, അതല്ലെങ്കിൽ 4 to അങ്ങനെ എടുത്ത് പോവാം. അതായത് 6 നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻസ് ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എന്താണ് 6 നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻ ഔട്ട് ഓഫ് 20 എത്ര വരും, 6 എന്ന് വരും. അല്ലെങ്കിൽ എന്താ പറയുന്നത് 26C6 എന്ന് വരും. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി മീൻസ് അത് എത്ര നമ്പേഴ്സ് ഉണ്ടാവും, 20 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 20 - 6 അത് എത്രയാണ് 14 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ആൻസർ വരുന്നത് വലിയൊരു നമ്പറാണ്. അത് നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് 15 to 20 വരെയുള്ളതിൻ്റെ പ്രോഡക്റ്റ് കാണണം, ഡിവൈഡഡ് ബൈ 1 to 6 കാണണം. അതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണ് 38,760 എന്നാണ്. അതായത് 38,760 നമ്പർ ഓഫ് കോമ്പിനേഷൻസ് വരാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ അത്രയും നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ആണ് എന്തുള്ളത് അയാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഔട്ട് ഓഫ് ദം നമുക്ക് എന്താണ് ഒരൊറ്റെണ്ണാണ് അയാൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ലോട്ടറി കമ്മിറ്റി ഒരെണ്ണേ ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് 1/38760. അപ്പോൾ അയാൾ ചൂസ് ചെയ്ത നമ്പർ അതല്ലെങ്കിൽ ലോട്ടറി കമ്മിറ്റി ചൂസ് ചെയ്തിട്ടുള്ള നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് 1/38760 ആണ്. അപ്പോൾ ഇത്രയും ലെസ് ചാൻസ് ആണ് എന്ത് ആ ഒരു നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ ദ ഫോളോയിങ് പ്രോബബിലിറ്റീസ് P of A and P of B are consistently defined. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, ഇത് കൺസിസ്റ്റൻ്റ്ലി ഡിഫൈൻഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ P of A = 0.5, P of B = 0.7, P of A intersection B = 0.6 എന്ന് തന്നിട്ടുണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ A എന്ന് പറയുന്നത് 0.5ഉം B എന്ന് പറയുന്നത് 0.7ഉം. അപ്പോൾ എയുടെ അതായത് ഈവൻ്റ് എ ആവാനുള്ള പ്രോബബിലിറ്റി 0.5 ആണ്. P of B ആവാനുള്ള പ്രോബബിലിറ്റി 0.7 ആണ്.
പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.6 ആണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുന്നത്, എയുടെ പ്രോബബിലിറ്റി 0.5ഉം ബിയുടെ പ്രോബബിലിറ്റി 0.7ഉം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി 0.6ഉമാണ്. അതായത് ഇപ്പം നമ്മൾ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്താണ്, രണ്ടെണ്ണത്തിലും ഒരുപോലെയുള്ളതാണ് എന്താവേണ്ടത്, ഇൻ്റർസെക്ഷനിൽ ഉണ്ടാവുന്നത്. അതായത് എയിലുള്ള എലമെൻറ്റും ബിയിലുള്ള എലമെൻറ്റും ആണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്, എ ഇൻ്റർസെക്ഷൻ ബിയിൽ കിട്ടേണ്ടത്. അപ്പം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബോത്ത് പി സെറ്റ് എ ആൻഡ് സെറ്റ് ബി. അതായത് ബിയിലുള്ള എലമെൻറ്റിൻ്റെ അത്രയും നമ്പർ ഓഫ് എലമെൻറ്റ്സേ എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറവാവണം. അതേപോലെ തന്നെ എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിന് തുല്യമോ അതിൽ കുറവോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എ ഇൻ്റർസെക്ഷൻ ബിയിലും ഉണ്ടാവാൻ പാടുള്ളൂ. അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് എ ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി 5 out of 10 ആണ്. പി ഓഫ് ബി ആവാനുള്ള പ്രോബബിലിറ്റി 7 out of 10 ആണ്. ദെൻ എന്താ പറയുന്നത്, രണ്ടിലും കൂടിയിട്ടുള്ള പ്രോബബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എന്താണ്, 6/10 എന്നാണ്. 10 out. അപ്പോൾ 5 out of 10ൻ്റെയും 7 out of 10ൻ്റെയും ഇൻ്റർസെക്ഷനിൽ ഒരിക്കലും എന്താണ് 6 out of 10 വരില്ല. സോ എന്താണ് നമുക്ക് പറയാം, ഇത് നോട്ട് കൺസിസ്റ്റൻ്റ് അല്ല എന്ന് പറയാം. പി ഓഫ് ഇൻ്റർസെക്ഷൻ ബി നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എ എന്ന് പറയാം. കാരണം ബീനേക്കാളും ലെസ്സാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അവിടെ തന്നിട്ടുള്ളത് എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. അപ്പോൾ 0.5, 0.4, 0.8 ആണ് തന്നിട്ടുള്ളത്. .4, 0.5, 0.8. നമുക്ക് എങ്ങനെയാണ് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി പ്ലസ് മീൻസ് പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി എത്രയാണ്, 8/10 എന്ന് എടുക്കാം. ഇത് എത്രയാണ്, 4/10 എന്ന് എടുക്കാം. അടുത്തത് 5/10 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയാണ്, ഇത് 9/10 ആണ്. എത്രയാണ്, 9/10 ആണ്. ദെൻ ഇവിടെ എന്ന് പറയുന്നത് മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിടക്കുന്നുണ്ട്. ഞാൻ എന്താണ് ഈ 8/10 ഇങ്ങോട്ട് എടുത്തു, 8/10 ഇങ്ങോട്ട് എടുത്തു. ഇവിടെ കിടക്കുന്ന പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബിനെ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ നമുക്ക് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടും 9/10 മൈനസ് 8/10, 1/10 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്താണ്, ഇപ്പോൾ ഈ ഒരു നമ്പർ ഈ എയുടെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ബിയുടെ പ്രോബബിലിറ്റി അതിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്കിതും കൺസിസ്റ്റൻ്റ് അല്ല എന്ന് പറയാം. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആണ്, അതാണ് ചോദ്യം. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. ഇവിടെ എയുടെ പ്രോബബിലിറ്റി ബിയുടെ പ്രോബബിലിറ്റി ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. ചിലയിടത്ത് യൂണിയൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എത്ര വാല്യൂസ് എന്ന് കണ്ടുപിടിച്ചിട്ടൊന്ന് എഴുതേണ്ട ആവശ്യമുള്ളൂ. ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഗെയിൻ അപ്പോൾ നമുക്ക് ഇതിനൊക്കെ എന്താണ് ഔട്ട് ഓഫ് 15 എഴുതാം. അപ്പോൾ ഇതെന്താണ് 5/15. അതുപോലെ പി ഓഫ് എ ഈക്വൽ ടു 1/3 ആണ് തന്നിട്ടുള്ളത്. ഞാനതിനെ ഔട്ട് ഓഫ് 15 എഴുതുകയാണ്. അപ്പോൾ എത്ര കിട്ടും നമുക്ക്, എന്താ പറയുന്നത്, 1/3 ആണെങ്കിൽ നമുക്ക് എന്താണ് 5/15 എന്ന് എഴുതാം. പി ഓഫ് ബി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 1/5 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് 3/15 എഴുതാം. അടുത്ത എന്താണ് 1/15 ആണ് ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുള്ളത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. നമുക്ക് എന്താണ് പി ഓഫ് എ യൂണിയൻ ബി ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് 5/15 മൈനസ് 3 മീൻസ് 5/15
5/15 പ്ലസ് 3/15 മൈനസ് 1/15 ആണ് വരുന്നത്. നോക്കുകയാണെങ്കിൽ 8 ആണ്. 8 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 7/15 ആണ് വരുന്നത്. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എന്തെന്നാണ് നമുക്ക് കിട്ടുന്നത്? 7/15 എന്നാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 0.35, അതായത് 35 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ ബ്ലാങ്ക് ആണ് തന്നിട്ടുള്ളത്. അടുത്തെന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുള്ളത്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുള്ളത് എന്താണ്? 25/100 എന്നാണ് തന്നിട്ടുള്ളത്. അടുത്തെന്താണ്? എ യൂണിയൻ ബി തന്നിട്ടുള്ളത് എന്താണ്? 60/100 ആണ്. എന്താണ്? 60/100 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 35/100 മൈനസ് പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ്? 25/100 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 35 മൈനസ് 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10/100 എന്ന് കിട്ടും. ഇവിടെ എന്ത് വരും? 10/100 എന്ന് വരും. ദെൻ ഇനി പി ഓഫ് ബി കാണണമെങ്കിൽ ഇത് ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? നമുക്ക് 50/100. പി ഓഫ് ബി ഈക്വൽ ടു എന്തെന്ന് വരിക? 50 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. അത്രയാണ് 1/2 ആണ്. പ്രോബബിലിറ്റി 0.5 ആണ് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? 0.5 എന്ന് തന്നിട്ടുണ്ട്. പി ഓഫ് എയുടെ പ്രോബബിലിറ്റി അതിനെ നമുക്ക് 1/2 എന്നെടുക്കാം. 1/2 എന്നെടുക്കാം. അടുത്ത എന്താണ്? 0.35 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് 35 ഡിവൈഡഡ് ബൈ 100 എന്നെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ്? ഇതിനെ നമുക്ക് 50/100 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻസ് അടുത്ത ഇത് തന്നിട്ടുള്ളത് എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ആണ് തന്നിട്ടുള്ളത്. അത് 70/100 ആണ് യൂണിയൻ്റെ പ്രോബബിലിറ്റി. ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 70/100 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എത്രയാണ്? 50/100 പ്ലസ് 35/100 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് ഈ സൈഡിലേക്ക് എടുക്കാം. 70 ഇങ്ങോട്ട് എടുക്കാം. അതിന് മുമ്പ് എന്ത് ചെയ്യാം? ഇതിന് ഒന്നിച്ച് എഴുതാം. അപ്പോൾ 85 എത്രയാണ്? 85/100 മൈനസ് 70/100 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 15/100 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ given P of A equal to 3/5 and P of B equal to 1/5. Find P of A or B if A and B are mutually exclusive events. എന്താ പറയുന്നത്? ഇവിടെ ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. എയുടെ പ്രോബബിലിറ്റി 3/5 ആണ്. ബിയുടെ പ്രോബബിലിറ്റി 1/5 ആണ്. എ ഓർ ബി അതായത് എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. എപ്പോൾ? എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എന്താണ്? ഇൻ്റർസെക്ഷൻ 5 ആണ്. പി ഓഫ് 5 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ നമുക്ക് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി ആണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നിട്ടുള്ളത് 3/5 തന്നിട്ടുണ്ട് പ്ലസ് 1/5 തന്നിട്ടുണ്ട്. ദെൻ പി ഓഫ് എ ഓർ ബി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എ യൂണിയൻ ബി പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 4/5 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ if E and F are even such that P of E equal to 1/4, P of F equal to 1/2 and P of E and F are 1/8, find P of E or F not E and not F. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇയുടെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, എഫിൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, ഇ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താ വരുന്നതെന്ന്.
എന്തൊക്കെ തന്നിട്ടുണ്ട്? പി ഓഫ് ഇ ഈക്വൽ ടു 1/4, പി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 1/2, പി ഓഫ് എ ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈക്വൽ ടു 1/8 എന്നാണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് ഇ യൂണിയൻ എഫ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇ യൂണിയൻ എഫ്. അപ്പോൾ ഇതൊരു 1/4 പ്ലസ് 1/2 മൈനസ് 1/8 എന്ന് വരും. അപ്പോൾ എന്താ വരിക? 6/8 മൈനസ് 1/8 ഇസ് ഈക്വൽ ടു 5/8 എന്ന് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് യൂണിയൻ പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് യൂണിയൻ എഫ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ എന്ത് വരും? ഇതെന്ന് പറയുമ്പോൾ പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് വരും. അപ്പോൾ എന്താണ്? 1 മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ആണ് വരുന്നത്. അത് എത്രയാണ്? ഈ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ പ്രോബബിലിറ്റി 1/8 ആണ്. അപ്പോൾ ഇത് വരും 7/8 എന്ന് ആൻസർ വരും. സോറി, ഈ യൂണിയൻ അല്ല, എന്താണ്, നോട്ട് എന്നാണ്, ആൻഡ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ്റെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? പി ഓഫ് ഇ യൂണിയൻ എഫ് ഹോൾ കോംപ്ലിമെൻ്റ് ആണ് വരുന്നത്. അതായത് യൂണിയൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ യൂണിയൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ് തന്നിട്ടുള്ളത്? കിട്ടിയിട്ടുണ്ടായിരുന്നത് എത്രയാണ്? 5/8 എന്നാണ്. അപ്പോൾ എന്താണ്? 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ ബി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്താണ്? 1 മൈനസ് 5/8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നാ വരിക? 3/8 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈവൻ ഡി ആൻഡ് എഫ് ആർ സച്ച് ദാറ്റ് events E and F are such that P of not E or not F equal to 0.25. State whether E and F are mutually exclusive. ഈ ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഇത് രണ്ടും ഈവൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഹോൾ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഗിവൺ പി ഓഫ് നോട്ട് ഇ, അതായത് ഇ കോംപ്ലിമെൻറ്റ് എന്താ പറഞ്ഞ യൂണിയൻ എഫ് കോംപ്ലിമെൻ്റ് ആണ് തന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 0.25 എന്നാണ് അവർ തന്നിട്ടുള്ളത്. അതായത് 1 മൈനസ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈക്വൽ ടു 0.25 എന്ന് തന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് 1 മൈനസ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.25 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനിങ്ങോട്ട് എടുക്കാം, ഇതിനിങ്ങോട്ട് എടുക്കാം. 1 മൈനസ് 0.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ പ്രോബബിലിറ്റിയാണ്. ഈക്വൽ ടു നമുക്ക് തന്നിട്ട് 0.75 എന്ന് കിട്ടും. അതായത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫിന് പ്രോബബിലിറ്റി ഉണ്ട്. അതായത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫിന് പ്രോബബിലിറ്റി ഉണ്ട്. ദെൻ ഈ ഇൻ്റർസെക്ഷന് പ്രോബബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എത്ര എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും അത് ബോത്ത് ഇ ആൻഡ് എഫിലുണ്ട്. സോ നമുക്ക് എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, അതായത് ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? If E and F are mutually exclusive, then intersection of E intersection F is equal to എന്താണ്? 5 ആയിരിക്കും, which is not equal to 5. അതായത് 0.7 not equal to 5, then we can say that it is given events are not mutually exclusive events. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? If A and B are even such that P of A equal to 0.42, P of B equal to 0.48 and P of A and B is equal to 0.16. Determine P of not A, P of not B and P of A or B. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വെറുതെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? P of A is equal to എന്താണ്? 42/100. P of B is equal to 48/100.
പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എത്രയാണ് 16/100. ദെൻ ചോദിച്ചിട്ടുള്ള എന്താണ് പി ഓഫ് നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് ആണ്. നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ 1 - 42/100 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 58/100 എന്ന് എഴുതാം. നോട്ട് എയുടെ പ്രോബബിലിറ്റി 58/100 ആണ്. അടുത്തത് എന്താണ് പി ഓഫ് എ എന്താണ് നോട്ട് ബി ആണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബി കോംപ്ലിമെൻ്റ് ആണ്. ഇസിക്വൽ ടു എന്താണ് 1 - 48/100 ആണ്. അതായത് ബി കോംപ്ലിമെൻറ്റ് പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 - പി ഓഫ് ബി ആണ്. ഈക്വൽ ടു 52 അതായത് 52/100 എന്ന് എഴുതാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത് പി ഓഫ് എ ഓർ ബി എ യൂണിയൻ ബി ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. $42 + 48/100 എന്ത് വരും 80 പ്ലസ് അപ്പോൾ 90/100 ആണ്. 90/100 മൈനസ് 16/100 ആണ്. ഇസ് ഈക്വൽ ടു എത്ര വരിക 80 വരും. അപ്പോൾ 74/100 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ in a class 11 of a school 40% of students study mathematics, 30% of students 30% study biology, and 10% of the class study both mathematics and biology. If a student is selected at a random from the class, find the probability that he will be studying mathematics or biology. ഇതിനകത്ത് തന്നിട്ടുള്ള എന്താണ് ഒരു ക്ലാസ്സിൽ എന്താണ് 40% കുട്ടികൾ മാത്സ് പഠിക്കുന്നുണ്ട്, 30% കുട്ടികൾ ബയോളജി പഠിക്കുന്നുണ്ട്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ബോത്ത് അതായത് മാത്സും ബയോളജിയും പഠിക്കുന്നത് 10% കുട്ടികളാണ്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് പഠിക്കുന്നവരുടെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് നമുക്ക് പറയാം മാത്സ് എന്ന് പറയുമ്പോൾ എം എന്നെടുക്കാം, ബയോളജി എന്ന് പറയുമ്പോൾ ബി എന്നെടുക്കാം. അപ്പോൾ പി ഓഫ് എ യൂണിയൻ ബി അല്ല എം യൂണിയൻ ബി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പി ഓഫ് ബി പ്ലസ് പി ഓഫ് എം മൈനസ് പി ഓഫ് എം ഇൻ്റർസെക്ഷൻ ബി. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഇത് 40% ആണ്. ഇത് 40/100 ആണ്. പ്ലസ് അടുത്ത് എന്താണ് 30/100 ആണ്. മൈനസ് 10/100 ആണ്. അപ്പോൾ എന്ത് വരും 70/100 മൈനസ് 10/100 ഇസിക്വൽ ടു 60/100 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് എ യൂണിയൻ ബിയുടെ അല്ലെങ്കിൽ എം യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. 60% ആളുകളാണ് ഏതെങ്കിലും ഒന്ന് പഠിക്കുന്നത്. അടുത്തത് in an entrance test that is graded on the basis of 2 examinations, the probability of a randomly chosen student passing the first examination is 0.8 and the probability of passing the second examination is 0.7. The probability of passing at least one of them is 0.95. What is the 0.95? What is the probability of passing both? എന്താ പറയുന്നത് ഒരു എൻട്രൻസ് ടെസ്റ്റിൽ എന്താണ് 2 എക്സാമിനേഷൻ പാസ്സാവുന്നതിൻ്റെ ബേസിലാണ് ഗ്രേഡ് കൊടുക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് എക്സാം പാസ്സാവാനുള്ള ഒരാളെ റാൻഡംലി ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. അയാൾ ഫസ്റ്റ് എക്സാം പാസ്സാവാനുള്ള പ്രോബബിലിറ്റി 0.8 ആണ് തന്നിട്ടുണ്ട്. ദെൻ പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് ദ സെക്കൻഡ് എക്സാമിനേഷൻ അയാൾ സെക്കൻഡ് എക്സാം പാസ്സാവാനുള്ള പ്രോബബിലിറ്റി 0.7 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ദെൻ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ഏതെങ്കിലും ഒന്ന് പാസ്സാവാനുള്ള പ്രോബബിലിറ്റി 0.95 ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് രണ്ടും പാസ്സാവാനുള്ള പ്രോബബിലിറ്റി അതായത് ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി ചോദിച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പി ഓഫ് 1 എന്ന് എടുക്കാം ഇസിക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് എക്സാമിനേഷൻ എന്താണ് പാസ്സാവാനുള്ള പ്രോബബിലിറ്റി 0.8 ആണ്. പി ഓഫ് സെക്കൻഡ് എന്താണ് 0.7 ആണ്. അടുത്തത് പി ഓഫ് അറ്റ്ലീസ്റ്റ് 1 അതായത് എ യൂണിയൻ ബി അതായത് അല്ലെങ്കിൽ ഫസ്റ്റ് യൂണിയൻ സെക്കൻഡ് ഈക്വൽ ടു എന്താണ് 95 ആണ് അല്ലെങ്കിൽ 0.95 ആണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് ഐ യൂണിയൻ അതായത് 1 യൂണിയൻ 2 ഈക്വൽ ടു എന്താണ് പി ഓഫ് 1
പ്ലസ് പി ഓഫ് 2 മൈനസ് പി ഓഫ് 1 ഇൻ്റർസെക്ഷൻ 2. നമുക്ക് എന്താണ് പിന്നെ പി ഓഫ് 1 ഇൻ്റർസെക്ഷൻ 2 ഇസ് ഈക്വൽ ടു പി ഓഫ് 1 ഇൻ്റർസെക്ഷൻ 2 ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം 0.8 പ്ലസ് 0.7 മൈനസ് 0.95 എന്ന് എഴുതാം. അപ്പോൾ ഇത് എത്രയാണ് വരിക 1.5 ആണ്, അല്ല എത്രയാണ് വരുന്നത് 1.5 ആണ് വരുന്നത്, മൈനസ് 0.95 എന്ന് എഴുതി കഴിഞ്ഞാൽ എത്ര വരും 150 മൈനസ് 95 എത്ര വരിക, ഇതിനകത്ത് 60 മൈനസ് 5 എത്രയാണ് 0.55 അല്ലെങ്കിൽ 55/100 എന്ന് വരും. നമുക്കതിനെ 0.55 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ പ്രോബബിലിറ്റി ദാറ്റ് എ സ്റ്റുഡൻറ് വിൽ പാസ് ദി ഫൈനൽ എക്സാമിനേഷൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഈസ് 0.5 ആൻഡ് ദി probability of passing neither is 0.1. The probability of passing the English examination is 0.75. That is the probability of passing the Hindi examination. അപ്പോൾ ഇതും സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഇംഗ്ലീഷ്, അതായത് ഈ എടുക്കുകയാണ് ഞാൻ ഇംഗ്ലീഷിനെ, അതുപോലെ തന്നെ എന്താണ് ഹിന്ദീനെ ഞാൻ എച്ച് എന്ന് എടുക്കുകയാണ്. ഇപ്പോൾ അതിനകത്ത് ഫൈനൽ എക്സാമിനേഷൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, അപ്പോൾ രണ്ടിലും കൂടി പാസ്സാവാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എച്ച് എന്ന് പറയുന്നത് ഇ ഇൻ്റർസെക്ഷൻ എച്ച് എന്ന് പറയുന്നത് ഇ ഇൻ്റർസെക്ഷൻ എച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം 0.5 എന്ന് എഴുതാം. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് പാസിങ് നൈദർ, രണ്ടിലും പാസ്സാവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി 0.1 എന്ന് തന്നിട്ടുണ്ട്. അതായത് നോട്ട് ഇ ആൻഡ് നോട്ട് എച്ച്. അപ്പോൾ എന്താണ് ഈ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എച്ച് കോംപ്ലിമെൻ്റ് ആണ്. അതിനെന്താണ് പി ഓഫ് ഇ യൂണിയൻ എച്ച് ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് വിളിക്കാം. ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് വിളിക്കാം. ഇക്വൽ ടു എന്താണ് 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എച്ച് ഇക്വൽ ടു 0.1 ആണ്. അപ്പോൾ നമുക്ക് പിന്നെന്താ തന്നിട്ടുള്ളത്, ഇംഗ്ലീഷ് എക്സാമിനേഷനിൽ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.75 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനകത്ത് നിന്ന് യൂണിയൻ്റെ പ്രോബബിലിറ്റി നമുക്ക് എടുക്കാം. അതെത്ര വരിക പി ഓഫ് ഇ യൂണിയൻ എച്ച് എന്ന് പറയുന്നത് എന്താണ് 0.9 എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 0.9 ഈസ് ഈക്വൽ ടു 0.75 മൈനസ് 0.5 പ്ലസ് പി ഓഫ് എച്ച് എന്ന് എടുക്കാം. ഹിന്ദിയിൽ പാസ്സാവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. 0.75 മൈനസ് 0.5 എന്ന് പറഞ്ഞാൽ എന്ത് വരും 0.25 എന്ന് വരും. 0.25 എന്ന് വരും. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എച്ച്, ഇനി പി ഓഫ് എച്ച് കാണാൻ എന്ത് ചെയ്യണം, ഈ 25 ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ 90 മൈനസ് 20 എന്ന് പറഞ്ഞാൽ 70, അപ്പോൾ എന്ത് വരും 0.65 എന്ന് വരും. അപ്പോൾ ഹിന്ദിയിൽ പാസ്സാവാനുള്ള പ്രോബബിലിറ്റി 0.65 എന്നാണ്. 65 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഈ ഇതിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു 16.3-ലെ. അപ്പോൾ ഇതിനകത്ത് ഇതാണ്. ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ് 30 opted for NCC, 32 opted for NSS and 24 opted for both NCC and NSS. If one of these students is selected at random, find the probability. അത് കഴിഞ്ഞ് 3 ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ക്ലാസ്സിൽ 60 സ്റ്റുഡൻസിൽ 30 പേർ NCCക്കാരും 32 പേർ NSSകാരും ഇനി രണ്ടിലുള്ളവർ 24-മാണ്. അപ്പോൾ അതിനകത്ത് ചോദിച്ചിട്ടുള്ളത് NCC അല്ലെങ്കിൽ NSSലുള്ള ആളുകളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഔട്ട് ഓഫ്, അതായത് NCCനെ നമുക്ക് C എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ എത്രയാണ് 30 ഔട്ട് ഓഫ് 60 ആണ്. 60-ൽ 30 പേര് NCCക്കാരാണ്. പി ഓഫ് എസ്, അതിന് NSSനെ നമുക്ക് എസ് എന്ന് എടുക്കാം. അപ്പോൾ എത്രയാണ് 32/60 ആണ്. അടുത്തത്
ബോത്ത് രണ്ടിലും കൂടിയുള്ള ആൾക്കാർ. അപ്പോൾ സി ഇൻ്റർസെക്ഷൻ എസ് ആണ്, അത്രയാണ് 24/60 അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ഏതെങ്കിലും ഒന്നില്ല. അപ്പോൾ യൂണിയനാണ് അറിയേണ്ടത്. സി യൂണിയൻ എസ് ആണ് അറിയേണ്ടത്. ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് 30 + 32 60 - 24/60 ഈസ് ഈക്വൽ ടു 38/60 എന്ന് എഴുതാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ 62 - 24 എന്ന് പറയുമ്പോൾ ഇത് 40 ആണെങ്കിൽ 42 - 4 എന്ന് വരും, 38 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് വാസ് ഓപ്റ്റഡ് നൈദർ NCC nor NSS, രണ്ടും ചൂസ് ചെയ്യാത്ത ആളുകൾക്കുള്ള പേരാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കെന്താണ് നോട്ട് സി ആൻഡ് നോട്ട് എസ് ആണ് വേണ്ടത്. അപ്പോൾ C' ഇൻ്റർസെക്ഷൻ S' ആവും. അത് നമുക്ക് എങ്ങനെ എഴുതാം? C യൂണിയൻ S ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 - എന്താണ് P of C യൂണിയൻ S എന്ന് എഴുതാം. അത്രയാണ് നമുക്ക് കിട്ടിയത്. 38/60 ആണ്. അപ്പോൾ എന്ത് വരും? 60 - 38/60 എന്ന് വരും. അപ്പോൾ എത്രയാണ് വരുന്നത്? 22/60 എന്ന് വരും. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ദ സ്റ്റുഡൻറ്റ് ഹാസ് ഓപ്റ്റഡ് NCC ബട്ട് നോട്ട് NSS ചൂസ് ചെയ്തിട്ടുണ്ട്, NCC ചൂസ് ചെയ്തിട്ടില്ല. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? NCCയിൽ ഉണ്ടാവണം, മീൻസ് NSSൽ ഉണ്ടാവണം, NCCയിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് NCCക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ P of S ആണ്, അതായത് 32 ആണ്, 32/60 ആണ്, മൈനസ് എത്രയാണ്? രണ്ടിലും കൂടി ഉള്ള ആൾക്കാർ. അപ്പോൾ എന്താണ് P of എന്താണ് S ഇൻ്റർസെക്ഷൻ C എത്രയാണ്? 24 ആണ്. 24/60 ചെയ്താൽ മതി, 24/60 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തെന്നാണ് കിട്ടുന്നത്? 8/60 എന്ന് കിട്ടും. അതായത് നമുക്ക് എന്താണ് 2/15 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്ക് ഇതിനകത്ത് 21 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഈ ഒരു 16.3ൽ. ഇനി ഇതിനകത്ത് മിസ്ലേനിയസ് എക്സാമ്പിൾസ് അതുപോലെ തന്നെ മിസ്ലേനിയസ് എക്സസൈസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു 10 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി അടുത്തൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.